നയതന്ത്ര പാർസൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടന്ന കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് നടത്തുന്ന അന്വേഷണം പൂർത്തിയായോ എന്ന കാര്യം അറിയിക്കുവാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. കേസിന്റെ വിചാരണ കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയും എസ് വി ഭട്ടിയും അടങ്ങുന്ന ബെഞ്ചായിരുന്നു ഇ ഡിയുടെ ആവശ്യം പരിഗണിക്കുന്നത്. ഈ ഹർജി പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കോടതി ആരാഞ്ഞത്. ഈ കേസിൽ ഇ ഡിക്ക് വേണ്ടി ഹാജരാകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. തുഷാർ മേത്ത ഡൽഹിയിൽ ഇല്ലാത്തതിനാൽ ഈ കേസിൻ്റെ വാദം കേൾക്കൽ മാറ്റിവെക്കണമെന്ന് ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് സുപ്രീം കോടതി ഇ ഡിയുടെ അഭിഭാഷകനോട് ആരാഞ്ഞത്. ഇക്കാര്യത്തിലുള്ള ഇ ഡിയുടെ നിലപാട് അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനിടെ എം ശിവശങ്കറിന് വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ് ഇ ഡിയുടെ ആവശ്യത്തെ, അതായത് ഈ കേസ് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറ്റണമെന്ന ഇ ഡിയുടെ ആവശ്യത്തെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, ഈ കേസിൽ ഇ ഡി ഇതിനോടകം തന്നെ സപ്ലിമെൻ്ററി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 27 പ്രതികളാണ് നിലവിൽ സപ്ലിമെൻ്ററി കുറ്റപത്രത്തിലുള്ളത്. എന്നാൽ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ട്രാൻസ്ഫർ ഹർജിയിൽ ഇ ഡി 4 പ്രതികളെ മാത്രമാണ് കക്ഷിയാക്കിയിട്ടുള്ളത്. എല്ലാ പ്രതികളുടെയും വാദം കേട്ടതിന് ശേഷം മാത്രമേ കേസ് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നതാണ് കീഴ്വഴക്കമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്ന് ഇക്കാര്യം കേസ് വാദം കേൾക്കുമ്പോൾ പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്ന് സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്.